നമ്മുടെ ചിന്തകൾക്കപ്പുറത്തേക്ക് എന്തെങ്കിലും ഒരു ക്രൈം നടന്നാൽ, എന്തെങ്കിലും ഒരു കുറ്റകൃത്യം നടന്നാൽ അത് അങ്ങ് ഉത്തരേന്ത്യയിലല്ലേ എന്ന് കരുതി നെടുവീർപ്പെടുന്ന മലയാളികളോടാണ്. അത്തരത്തിലൊരു സമാനതയില്ലാത്ത ക്രൂരതയുടെ വാർത്തയാണല്ലേ നമ്മൾ ആദ്യം പോകുന്നത്. പത്തനംതിട്ടയിലേക്കാണ്. അങ്ങേയറ്റം ഭയപ്പെടുത്തുന്നൊരു വാർത്തയാണ്. ഗുണ്ടാപിരിവ് നൽകാത്തതിനെ തുടർന്ന് പത്തനംതിട്ട തിരുവല്ലയിൽ സ്പാ ജീവനക്കാരെ കാപ്പ കേസ് പ്രതിയും കൂട്ടാളികളും ചേർന്ന് കൂട്ട ബലാത്സംഗം ചെയ്തു. ഈ മാസം 1-ാം തീയതിയാണ് സംഭവത്തിൽ കാപ്പ കേസ് പ്രതി മരണം സുബിൻ അലക്സാണ്ടർ അടക്കം 3 പേർ പിടിയിലായി. 3 പ്രതികൾ ഇപ്പോഴും ഒളിവിലാണ്. ഷിജോ കുര്യൻ പത്തനംതിട്ട. ഷിജോ, സമീപകാലത്തും നമ്മൾ കേട്ടുകേൾവി പോലുമില്ലാത്തൊരു അടങ്ങാ ക്രൂരതയുടെ വാർത്തയാണ് തിരുവല്ലയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. 1-ാം തീയതിയാണ് സംഭവം ഉണ്ടായത്. ഈ തെമ്മാടിക്കൂട്ടത്തിന്റെ അതിക്രമം ഇതിനു മുമ്പും അവിടെ ഉണ്ടായിട്ടുണ്ടോ? പിടിയിലാകാനുള്ള 3 പ്രതികളെ കുറിച്ച് പോലീസിന് എന്തെങ്കിലും സൂചനയുണ്ടോ? ആരാണ് ഈ മരണം സുബിൻ? സുഹൈലെ, ഈ മരണം സുബിൻ എന്ന് പറയുന്നയാൾ സുബിൻ അലക്സാണ്ടർ എന്നാണ് ഇയാളുടെ മുഴുവൻ യഥാർത്ഥ പേര്. പക്ഷേ മരണം സുബിൻ എന്നാണ് വിളിക്കപ്പെടുന്നത്. ഇയാൾ കാപ്പ കേസിലെ പ്രതിയാണ്. ഇയാൾക്കെതിരെ നിരവധി പിടിച്ചുപറി, അടിപിടി അങ്ങനെ തുടങ്ങി നിരവധി കേസുകൾ തിരുവല്ല പോലീസ് സ്റ്റേഷൻ പരിധിയിലുണ്ട്. അപ്പോൾ ഇയാൾ ഈ കാപ്പ കേസ് പ്രതിയാണ്. തിരുവല്ല പോലീസ് സ്റ്റേഷൻ പരിധിയിലേക്കൊന്നും വരരുത് എന്നുള്ള കാര്യമൊക്കെ, അത്തരത്തിലുള്ള നിയന്ത്രണങ്ങളൊക്കെയുള്ള ഒരാൾ കൂടിയാണ്. ഇനി ഇന്ന് സംഭവിച്ച കാര്യമെന്ന് പറയുന്നത്, നേരത്തെ സുഹൈൽ ഇൻട്രോയിൽ സൂചിപ്പിച്ചതുപോലെ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളായ ബീഹാറിലും യു.പിയിലും ഒക്കെ നമ്മൾ കേട്ടിട്ടുള്ള അല്ലെങ്കിൽ കേട്ടുകേൾവി മാത്രമുള്ള ഒരു സംഭവമാണ് പത്തനംതിട്ട തിരുവല്ലയിൽ ഉണ്ടായിട്ടുള്ളത്. ഇക്കഴിഞ്ഞ 1-ാം തീയതി ഉച്ചകഴിഞ്ഞ് 3:30 തിരുവല്ലയിലെ ഒരു സ്പായിൽ ഗുണ്ടാപിരിവ് ചോദിച്ചുകൊണ്ട് സുബിനും 6-അംഗ സംഘവും എത്തുന്നു. അതായത് 50,000 രൂപ ഗുണ്ടാപിരിവ് നൽകണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് സുബിനും കൂട്ടാളികളും തിരുവല്ലയിലെ സ്പായിലേക്ക് വരുന്നത്. അവിടെ വന്ന് ഈ ഗുണ്ടാപിരിവ് 50,000 രൂപ നൽകാൻ ആവശ്യപ്പെടുന്നു. അത് നൽകാൻ കഴിയില്ല എന്ന് പറഞ്ഞതിന് പിന്നാലെ സ്പായിലെ ജീവനക്കാരിയായ യുവതിയെ കൂട്ടബലാത്സംഗത്തിന് ഇരയാക്കുകയാണ് ചെയ്തത്. ഈ സംഭവം 1-ാം തീയതിയാണ് നടക്കുന്നത്. 3-ാം തീയതിയാണ് പോലീസിനത് കേസ് രജിസ്റ്റർ ചെയ്യുന്നത്. അതായത് ആദ്യഘട്ടത്തിൽ പ്രാണഭയം കാരണം ഈ സ്പായിലെ ജീവനക്കാരി പുറത്തു പറയാൻ മടിച്ചിരുന്നു. ഇത് പുറത്തു പറഞ്ഞാൽ കൊന്നുകളയും എന്നുള്ള ഭീഷണിയാണ് സുബിനും കൂട്ടാളികളും ഈ ജീവനക്കാരിക്ക് നേരെ നടത്തിയത്. പിന്നീട് ഇതുമായി ബന്ധപ്പെട്ട് പോലീസ് അന്വേഷിച്ച് വന്നപ്പോഴാണ് ഇത്തരത്തിൽ ഇവർ പരാതി നൽകാതിരിക്കുകയും പോലീസ് അവരെ കൺവിൻസ് ചെയ്തുകൊണ്ട് പരാതി എഴുതി വാങ്ങിക്കൊണ്ട് അന്വേഷണം നടത്തുകയും ചെയ്തത്. നിലവിൽ എന്തായാലും നമുക്ക് ലഭിക്കുന്ന വിവരപ്രകാരം സുബിൻ അലക്സാണ്ടറുടെ കൂട്ടാളി മറ്റൊരാളും അങ്ങനെ 3 പേർ നിലവിൽ പിടിയിലായിട്ടുണ്ട്. അവർ അറസ്റ്റിലായിട്ടുണ്ട്. അവരെ റിമാൻഡ് ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ് പോലീസിൽ നിന്ന് അറിയാൻ കഴിയുന്നത്. മറ്റ് 3 പ്രതികൾക്ക് വേണ്ടിയുള്ള അന്വേഷണം നിലവിൽ പോലീസ് തുടങ്ങിയിട്ടുണ്ട്. തിരുവല്ല ഡിവൈഎസ്പിയെ ഇതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ അന്വേഷിച്ച് എത്രയും പെട്ടെന്ന് ബാക്കിയുള്ളവരെ കൂടി കണ്ടെത്താനുള്ള നിർദ്ദേശം പത്തനംതിട്ട SP R ആനന്ദ് നൽകുകയും ചെയ്തിട്ടുണ്ട്. അങ്ങേയറ്റം മനുഷ്യ മനസാക്ഷിയെ ഞെട്ടിക്കുന്ന ഒരു വാർത്ത തന്നെയാണ് തിരുവല്ലയിൽ നിന്ന് പുറത്തു വരുന്നത്. അതായത് ഒരു ഗുണ്ടാപിരിവ് വാങ്ങാൻ പോവുക, ഗുണ്ടാപിരിവ് നടത്തുക എന്ന് പറയുന്നത് തന്നെ ക്രിമിനൽ ഒഫൻസ് ആണ്. അതിനെ ഒരു തരത്തിലും ന്യായീകരിക്കാൻ കഴിയുന്ന ഒരു കാര്യമല്ല. എന്നാൽ ഈ ഗുണ്ടാപിരിവ് ചോദിക്കുന്നു, അത് ചോദിക്കാത്തതിന് പേരിൽ ഒരു തല്ല് കൊടുക്കുകയോ അതിന് പേരിൽ ഭീഷണിപ്പെടുത്തുകയോ എന്ന് പറഞ്ഞാൽ അതൊരു കേസായിട്ട് മാത്രം അവസാനിപ്പിച്ചു പോകുന്ന ഒരു കാര്യമാണ്. പക്ഷേ ഇവിടെ അതല്ല, ഗുണ്ടാപിരിവ് ചോദിക്കുന്നു, അത് നൽകാൻ കഴിയില്ല എന്ന് പറഞ്ഞതോടുകൂടി ആ സ്പായിലെ ആ കൂട്ടബലാത്സംഗത്തിന് ഇരയാക്കുകയാണ് ചെയ്തത്. സുബിൻ ആദ്യം കട്ടിലേക്ക് ഈ പറയുന്ന യുവതിയെ തള്ളിയിട്ടതിന് ശേഷം ആ കത്തി കഴുത്തിൽ വെച്ചുകൊണ്ട് ഭീഷണിപ്പെടുത്തി ബലാത്സംഗം ചെയ്യുന്നു. ഇത് കണ്ടു നിന്ന സുബിന്റെ കൂട്ടാളികളും അതിനോടൊപ്പം തന്നെ ചേർന്ന് നിൽക്കുകയാണ് ചെയ്തത്. അങ്ങനെ കൂട്ടബലാത്സംഗത്തിന് ഇരയാക്കിയതിനു ശേഷം ആ യുവതിയെ ഭീഷണിപ്പെടുത്തിക്കൊണ്ട് അവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്നു. അപ്പോൾ ആ സമയം ആ കടയിലേക്ക് വന്ന് നമുക്ക് ആ CCTV ദൃശ്യങ്ങൾ കാണാം. അവർ ഇപ്പോൾ കടയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിപ്പോകുന്ന CCTV ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ആ പുറത്തു പോകുന്ന സമയം അവിടേക്ക് വന്ന മറ്റൊരു കസ്റ്റമറായിട്ടുള്ള യുവതിയെ കൂടി ഭീഷണിപ്പെടുത്തുന്നുണ്ട്. ആ യുവതിയെ ഭീഷണിപ്പെടുത്തി ആ യുവതിയിൽ നിന്നും പണം അടക്കം അപഹരിച്ചുകൊണ്ടാണ് ഈ സംഘം പുറത്തേക്ക് പോകുന്നത്. കുറ്റിപ്പുഴയിൽ നിന്ന് തന്നെ സുബിനെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. ബാക്കിയുള്ള 3 പ്രതികൾക്ക് വേണ്ടിയുള്ള അന്വേഷണം തുടരുകയാണ്. ഇതിനകത്ത് അങ്ങേയറ്റം കുറ്റകരമായിട്ടുള്ള ഒരു ഇടപെടൽ ചില ഭാഗങ്ങളിൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് എടുത്തു കാണണം. കാരണം ആദ്യഘട്ടത്തിൽ ഈ കേസ് ഏതൊക്കെയോ രീതിയിൽ ഒഴിവാക്കാൻ അല്ലെങ്കിൽ ഇതിനകത്ത് ചില സമ്മർദ്ദങ്ങൾ മൂലം പോലീസിന് കേസെടുക്കുന്നതിനകത്ത് ചില താമസം ഉണ്ടായിട്ടുണ്ട് എന്നുള്ള ചില വിവരങ്ങൾ കൂടി വരുന്നുണ്ട്. അതല്ല എങ്കിൽ ഈ പ്രതിയെ സംരക്ഷിക്കാൻ വേണ്ടിയുള്ള ചില ഇടപെടലുകൾ ചില കേന്ദ്രങ്ങളിൽ നിന്ന് ഉണ്ടായിട്ടുണ്ട് എന്നുള്ള ചില വിവരങ്ങൾ കൂടി പുറത്തു വരുന്നുണ്ട്. എന്തായാലും അത് സംബന്ധിച്ചുള്ള ഒരു സമഗ്രമായിട്ടുള്ള അന്വേഷണം പോലീസിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകും എന്നുള്ള ഒരു വിവരം കൂടി ഈ ഒരു ഘട്ടത്തിൽ ലഭിക്കുന്നുണ്ട്. സുഹൈൽ, മരണം സുബിനാണെന്നാണ് ഇരട്ട പേര്, ശരിക്കും മാരണമാണ്. എന്തായാലും സമീപകാലത്ത് നമ്മൾ കേട്ടുകേൾവിയില്ലാത്ത ഉത്തരേന്ത്യയിൽ നിന്ന് കേരളത്തിലേക്ക് അത്ര ദൂരമില്ല എന്ന് നമ്മളെ ഭയപ്പെടുത്തുന്ന ഓർമ്മപ്പെടുത്തുന്ന ഒരു വാർത്തയാണ് തിരുവല്ലയിൽ നിന്നുണ്ടാകുന്നത്. പ്രധാന ഗുണ്ട പിടിയിലായിട്ടുണ്ട്. പക്ഷേ ഇനി 3 പേർ പിടിയിലാകാനുണ്ട്. കുറ്റകരമായ ഇടപെടൽ ചില കേന്ദ്രങ്ങളിൽ ഉണ്ടായി നടക്കുന്ന ആരോപണങ്ങൾ വരുന്ന കേസ് കൂടിയാണ്. കാപ്പ എന്നത് ചുമ്മാ ഒരു നെറ്റിപ്പട്ടം എന്ന കണക്ക് ചാർത്തി കൊടുക്കുന്ന വകുപ്പല്ല. അതങ്ങനെ ഒരു വകുപ്പ് ചേർത്തിട്ടുണ്ടെങ്കിൽ, അങ്ങനെ ഒരു പട്ടികയിൽ വന്നിട്ടുണ്ടെങ്കിൽ അവരെ മോണിറ്റർ ചെയ്യുന്നത് ആരുടെ ഉത്തരവാദിത്തമാണ്? ഇങ്ങനെ അടിഞ്ഞാടാൻ വിലസാൻ അവർക്ക് അവസരം കൊടുക്കുന്ന ആരാണ്? അങ്ങനെ അവരെ സംബന്ധിച്ചും കാപ്പ ചുമത്തുന്നവരുടെ നിയന്ത്രണങ്ങളെ സംബന്ധിച്ചും ചില ചോദ്യങ്ങൾ കൂടി പൊതുസമൂഹത്തിൽ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.